പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കരിസ്മ പെന്തക്കോസ്ത അഭിഷേക ധ്യാനം 2-ാം ദിനം. ക്രിസ്തുവിൻ്റെ ഉത്ഥാനം ആദ്യ പെന്തക്കോസ്ത. ഉത്ഥാന ദിവസം യേശു ചെയ്ത പരമപ്രധാനമായ കാര്യം എന്താണെന്ന് വിശുദ്ധ യോഹന്നാൻ സുവിശേഷൻ വിവരിക്കുന്നുണ്ട് 20-ാം അധ്യായത്തിൻ്റെ 19 മുതലുള്ള വാക്യങ്ങളിൽ. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈകളും വിലാവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ച പോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. ഈ സംഭവത്തെ ആദ്യ പെന്തക്കോസ്ത എന്നാണ് സഭ വിശേഷിപ്പിക്കുന്നത്. കാരണം പെന്തക്കോസ്ത നാളിൽ എല്ലാ മനുഷ്യരുടെ മേലും വർഷിക്കപ്പെടാനിരുന്ന പരിശുദ്ധാത്മ അഭിഷേകത്തിൻ്റെ മുന്നാസ്വാദനമാണ് ഉത്ഥാനരാത്രിയിൽ അപ്പോസ്തലന്മാർ അനുഭവിച്ചറിഞ്ഞത്. അത് ഉൽപ്പത്തി 2:7 ആവർത്തനം തന്നെയായിരുന്നു. ഉൽപ്പത്തി 2:7 നാം വായിക്കുന്നത് ആദ്യ മനുഷ്യന്റെ സൃഷ്ടിയുടെ വിവരണമാണ്. ഭൂമിയിലെ പൂഴിയിൽ നിന്ന് ആദ്യ മനുഷ്യനെ രൂപപ്പെടുത്തിയ ദൈവം അവൻ്റെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ തന്നെ ശ്വാസം നിക്ഷേപിച്ചുകൊണ്ട് അവനെ ജീവനുള്ളവനാക്കി എന്നാണ് അവിടെ നാം വായിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 20:22 യേശു അപ്പോസ്തലന്മാരിലേക്ക് അവിടുത്തെ ശ്വാസമായ പരിശുദ്ധാത്മാവിനെ നിക്ഷേപിക്കുകയാണ്. രണ്ടിടത്തും ഉപയോഗിച്ചിരിക്കുന്ന ക്രിയാപദം ഒന്ന് തന്നെയാണ്. ഉൽപ്പത്തി 2:7 യോഹന്നാൻ 20:22 ഒരേ ക്രിയാപദമാണ് ഗ്രീക്ക് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എംഫുസ്വാവോ, ഉള്ളിലേക്ക് കടത്തിവിടുക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ആദ്യ മാതാപിതാക്കന്മാർ ദൈവത്തിൻ്റെ ഛായ സൃഷ്ടിക്കപ്പെട്ടു എന്നതിനർത്ഥം ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിലുള്ളവരായി സൃഷ്ടിക്കപ്പെട്ടതെന്നാണ്. അവരുടെ പാപം മൂലം അത് അവർ നഷ്ടപ്പെടുത്തി. അതാണ് പിന്നീട് 51-ാം സങ്കീർത്തനം 11-ാം വാക്യത്തിൽ ദാവീദ് വിലപിക്കുന്നത്, അങ്ങയുടെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. ആദ്യ മാതാപിതാക്കന്മാർ തങ്ങളുടെ പാപം മൂലം നഷ്ടപ്പെടുത്തിയത് പരിശുദ്ധാത്മാവിൻ്റെ അവരിലുള്ള സാന്നിധ്യത്തെ അഭിഷേകത്തെയുമായിരുന്നു. അത് പുനഃസ്ഥാപിക്കലാണ് മനുഷ്യനെ വീണ്ടെടുക്കുക എന്നതിനർത്ഥം. അതിനുവേണ്ടിയാണ് കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി മനുഷ്യനായി അവതരിച്ചതും പാടുപീടയേറ്റ് കുരിശിൽ മരിച്ചതും അതിൻ്റെ മകുടം ചാർത്തലായ 3-ാം ദിവസത്തെ ഉത്ഥാനവും. അതുകൊണ്ടാണ് ഉത്ഥാന രാത്രിയിൽ കർത്താവ് ചെയ്ത ഏക പ്രവൃത്തി തൻ്റെ ശിഷ്യന്മാരിലേക്ക് വീണ്ടും പരിശുദ്ധാത്മാവിനെ നിശ്വസിച്ചുകൊണ്ട് അവരെ പുതിയ സൃഷ്ടികളാക്കി മാറ്റുക എന്നതായിരുന്നു. അതിലൂടെ എന്താണ് അവർ സംഭവിച്ചത്? അവർ അക്ഷരാർത്ഥത്തിൽ വീണ്ടും ജനിച്ചു. ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ച് അവർ ദൈവത്തിൻ്റെ ദത്തപുത്രരായി തീർന്നു, ഈശോയുടെ സഹോദരരുമായി തീർന്നു. അതുകൊണ്ടാണ് കല്ലറയിൽ വെച്ച് സ്ത്രീകളെ കണ്ടപ്പോൾ ഈശോ പറയുന്നത്, നിങ്ങൾ എൻ്റെ സഹോദരന്മാരോട് പോയി പറയണം, ഞാൻ അവരെ ഗലീലയിൽ വെച്ച് കണ്ടുമുട്ടുമെന്ന്. യേശുവിൻ്റെ അപ്പോസ്തലന്മാർ യേശുവിൻ്റെ സഹോദരരായി മാർത്തക്കവണ്ണം, ദൈവത്തിൻ്റെ മക്കളായി മാർത്തക്കവണ്ണമുള്ള ഒരു വലിയ ആഴത്തിലുള്ള രൂപാന്തരീകരണമാണ് പരിശുദ്ധാത്മാവിനെ അവരുടെ മേൽ കർത്താവ് നിശ്വസിച്ചപ്പോൾ സംഭവിച്ചത്. ദൈവത്തിന് മാത്രമുള്ള അധികാരമാണ് പാപം മോചിക്കുക എന്ന അധികാരം. മനുഷ്യവർഗത്തിൻ്റെ പാപം മോചിക്കാനുള്ള അധികാരം പോലും അവർക്ക് നൽകപ്പെടുകയാണ്. കാരണം അവർ പരിശുദ്ധാത്മാവിൽ പൂർണ്ണമായും വീണ്ടും ജനിച്ച് ദൈവത്തിൻ്റെ സാക്ഷാൽ ദത്തുപുത്രരും ക്രിസ്തുവിൻ്റെ സഹോദരരുമായി തീർന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലന്മാരുടെ സുവിശേഷ പ്രഘോഷം ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും,
അവർ മറ്റൊന്നും പ്രഘോഷിച്ചിരുന്നില്ല. യേശു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്നതായിരുന്നു അവരുടെ സുവിശേഷ പ്രഘോഷണ പ്രമേയം തന്നെ. നിങ്ങളവനെ കുരിശിൽ തറച്ചു കൊന്നു, എന്നാൽ ദൈവം അവനെ ഉയർപ്പിച്ചു 3-ാം ദിനം. ഇത് കേട്ട ജനങ്ങളെല്ലാം മാനസാന്തരപ്പെടാൻ തുടങ്ങി. ഇത് കേട്ടവരെല്ലാം അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. യേശുവിൻ്റെ ഉദ്ധാനത്തിൽ ഉള്ള വിശ്വാസമാണ് നമ്മെയും പരിശുദ്ധാത്മ അഭിഷേകത്തിന് യോഗ്യരാക്കി മാറ്റുന്നത്. നമുക്ക് ഇപ്പോൾ കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൽ ഉള്ള വിശ്വാസം ആവർത്തിക്കാം. യേശു ഉയർത്തെഴുന്നേറ്റു. അവൻ ഇന്ന് മരിച്ചവനല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ ജീവിച്ചിരിക്കുന്നവനാണ്. അവൻ സഭയിൽ ഇന്നുണ്ട്. നമുക്ക് ഈശോയുടെ ഉയർപ്പുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞ് നമുക്കും ഒരു പുതിയ പരിശുദ്ധാത്മ അഭിഷേകം ഇപ്പോൾ സ്വീകരിക്കാൻ വേണ്ടി ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് മുട്ടുകുത്താം, പ്രാർത്ഥിക്കാം. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യത്തിൽ ശരീരവും രക്തവും ആത്മാവും ദൈവത്വവും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ, ദിവ്യകാരുണ്യത്തിൽ നിന്റെ സാന്നിധ്യം, നിന്റെ ഉത്ഥാനത്തിൻ്റെ രഹസ്യം ആണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ സാന്നിധ്യമാണ് ദിവ്യകാരുണ്യ സാന്നിധ്യം. അതെ ഈശോയെ, നീ ഉയർത്തെഴുന്നേറ്റ് നിന്റെ ശിഷ്യന്മാർ മുഴുവൻ വന്ന് നിന്നപ്പോൾ അവർ രൂപാന്തരപ്പെട്ടു. നിന്നിൽ നിന്ന് നിർഗളിച്ച പരിശുദ്ധാത്മ അഭിഷേകം അവരെ അക്ഷരാർത്ഥത്തിൽ പുതിയ സൃഷ്ടികളാക്കി മാറ്റി. അവർ ദൈവത്തിൻ്റെ ദത്തപുത്രരും നിന്റെ സഹോദരരുമായി രൂപാന്തരപ്പെട്ടു. നിനക്ക് മാത്രം തരാൻ കഴിയുന്ന പാപമോചനം മനുഷ്യകുലത്തിന് കൊടുക്കാൻ മാത്രം അവർ പരിശുദ്ധരാക്കപ്പെട്ടു. വലിയ അത്ഭുതങ്ങൾ അടയാളങ്ങളും അവരുടെ കരങ്ങൾ വഴി സംഭവിക്കാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മ അവരിലേക്ക് ആവശ്യിച്ചു. ദിവ്യകാരുണ്യ സന്നിധിയിൽ മുട്ടുകുത്തുന്നുകൊണ്ട് ഈശോയെ, ഞങ്ങളും നിന്റെ കുരിശ് മരണത്തിലും ഉത്ഥാനത്തിലുമുള്ള വിശ്വാസം ഏറ്റുപറയുന്നു. എന്നെ പാപത്തിൽ നിന്ന് മോചിപ്പിച്ച് ലോകാരൂപിയിൽ നിന്ന് സ്വതന്ത്രനാക്കി ദൈവത്തിൻ്റെ സ്വന്തം മകൾ ആക്കി മാറ്റാനും യേശുവിൻ്റെ സഹോദരനാക്കി രൂപാന്തരപ്പെടുത്താനും അങ്ങനെ എന്നെയും ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു ഉപകരണമാക്കാനും ആണ് അങ്ങ് ഉയർത്തെഴുന്നേറ്റത്. ഞാൻ ദിവ്യകാരുണ്യ നാഥ, അങ്ങയുടെ ഉയർപ്പിൻ്റെ മഹനീയ സാന്നിധ്യത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് ഞാനും അപേക്ഷിക്കുന്നു. കർത്താവെ, അന്ന് ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാൻ നിശ്വസിച്ച അവിടുന്ന് ഇപ്പോൾ എൻ്റെ മേലും അവിടുത്തെ ആത്മാവിനെ നിശ്വസിക്കണമേ. എൻ്റെ മേലും അവിടുത്തെ ആത്മാവിനെ നിശ്വസിക്കണമേ. അങ്ങനെ എന്നിലുള്ള ലോക അരൂപി പൂർണ്ണമായി വിട്ടുപോയി ഞാൻ ദൈവാരൂപിയാൽ പൂരിതനായി മാറട്ടെ. ദൈവപുത്രനോ പുത്രിയോ യേശുവിൻ്റെ സഹോദരനുമായി ഞാൻ രൂപാന്തരപ്പെട്ടെ. യേശുവേ നന്ദി കർത്താവേ, സ്തുതി കർത്താവേ, ആരാധന ഈശോയെ മഹത്വം. ഈശോയെ നന്ദി കർത്താവേ, നന്ദി കർത്താവേ, ആരാധന ഈശോയെ മഹത്വം. പരമ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.